നല്ല കാര്യം ചെയ്ത ഒരു നോബൽ അഡ്വഞ്ചറിന് കിട്ടിയ പ്രതിഫലം ഇതാണ്. രണ്ടിലൊന്നൊരു തീരുമാനം എടുക്കാമെന്ന് വന്നപ്പോഴത്തേക്കാണ് കടലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു തിരമാല എണ്ണി കുറേ ദിവസം കഴിച്ചു കൂട്ടി. ശംഖുമുഖത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനടുത്തേക്ക് ചെന്നാൽ വിജയമ്മ ടീച്ചർ വാചാലയാകും. വീട് നഷ്ടമായി കാറിൽ അലയുമ്പോഴും ഇംഗ്ലീഷ് അധ്യാപികയുടെ ഓർമ്മകൾ തിരമാലകൾ പോലെ ഇരമ്പും. സ്വകാര്യ സ്ഥാപനം തുടങ്ങി ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ CD-യിലൂടെ വിൽപ്പന നടത്തി അധ്യാപനം തുടങ്ങി. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളിലേക്കെത്താൻ സ്വയം വഴി കണ്ടെത്തി. SSLC ബുക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ഏരിയയിലുള്ള മാത്രം പഠിപ്പിച്ച വീഡിയോ CD-യും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കിലെറ്റും കൂടെ കൊടുത്തു. ടീച്ചർമാർ 2 കൈ നീട്ടി നല്ലതായിട്ടങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇച്ചിരി കൂടെ നേരത്തെ തന്നെങ്കിൽ ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് നല്ല ഉപയോഗമായേനെന്ന് പറഞ്ഞു. വിജയമ്മ ടീച്ചർ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ചോദ്യോത്തര പുസ്തക പതിപ്പ് ഉപകാരപ്പെട്ടെന്ന സാക്ഷ്യപത്രങ്ങൾ കൈവശമുണ്ട്. ചികിത്സാ ചിലവ് കാരണം വീട് നഷ്ടപ്പെട്ടു. കോവിഡ് കാലത്ത് കൊല്ലത്തെ തഴവ പഞ്ചായത്ത്, തിരുവനന്തപുരത്തെ വെള്ളനാട്, ഇലകമൺ, വാമനപുരം, മാണിക്കൽ പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള സ്കൂളുകളിൽ പഠനോപകരണം എത്തിച്ചെന്ന വിജയമ്മ ടീച്ചർ. ഈ പ്രവൃത്തിക്കുള്ള പ്രതിഫലം പഞ്ചായത്തുകൾ നിഷേധിക്കുന്നെന്നാണ് ആരോപണം. വീഡിയോ ചെയ്യണതിന് എനിക്ക് 2 ലക്ഷം രൂപ ചിലവായി. സാധന സാമഗ്രികളും ക്യാമറയും എല്ലാം ഞങ്ങളെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം പ്രോപ്പർ പ്ലഗ് ചെയ്ത പൈസയ്ക്ക് വാങ്ങിച്ചു. പിള്ളേർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ പഠിപ്പിച്ച് അത് വീഡിയോ CD ആക്കി റെഡിയാക്കി വെച്ചു ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ കൊറോണ വന്ന് ഇങ്ങനെ ചാടിയപ്പോഴത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഇത് സ്കൂളുകളിൽ കൊണ്ട് പ്രോജക്റ്റാക്കി തരാമെന്ന്. ആ വെർബൽ എഗ്രിമെൻ്റാണ്, അല്ലാതെ രേഖാമൂലം ഒന്നും എഴുതി മേടിച്ചിട്ടില്ല. ഈ പേപ്പർ മാത്രം അടിച്ചതിന് 1.5 ലക്ഷം രൂപ ഇനിയും അവർക്ക് കൊടുക്കാനുണ്ട്. അധ്യാപികയ്ക്ക് ഒരു തരത്തിലുള്ള ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. സ്കൂളുകളിലേക്ക് നേരിട്ട് നൽകിയ പഠനോപകരണങ്ങൾക്ക് പണം നൽകാൻ നിയമസാധുതയില്ലെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉത്തരവ്. യാതൊരു മുന്നോട്ട് പോക്കുമില്ല. എനിക്ക് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറയും എന്തിനിങ്ങനെ നാണം കെട്ട് ജീവിക്കണം, മതിയാക്കി കൂടെ എന്ന് ചോദിക്കും. മകനും ഭർത്താവും അടങ്ങിയ കുടുംബം പ്രതീക്ഷയുടെ വഴികളിലേക്ക് അലയുകയാണ്. അറിവ് ഉപജീവനമാക്കി അത് സേവനമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. അവരെ കൈവിടാതെ ചുവപ്പ് നാടയിൽ കുരുക്കാതെ അർഹതപ്പെട്ടത് നൽകേണ്ടത് ഉത്തരവാദിത്തമാണ്. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേരുന്നു. ഒപ്പം രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഹബ്ബാക്കി മാറ്റുമെന്ന് പറയുമ്പോഴും കഴിവുറ്റ ഒരുപാട് പേര് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ നാണക്കേടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും തരത്തിൽ ഇവരെ സഹായിക്കാനാവുമെങ്കിൽ സഹായിക്കേണ്ടതല്ലേ? ഇനി ഏത് തരത്തിലായിരിക്കും ഇവർക്ക് ജീവിതം പച്ചപിടിപ്പിക്കാൻ കഴിയുക? ആദ്യമായി ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു കുടുംബം ഇത്തരത്തിൽ ഒരു ഒമ്നി വാനിൽ ഇങ്ങനെ വീട് നഷ്ടപ്പെട്ട് അലയുകയാണ് എന്നുള്ള രീതിയിലാണ് എത്തിയത്. ഇവർ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ഈ ആഹാരമായാലും അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധിയാണ്. കാരണം വണ്ടിയിൽ മാത്രമാണ് ജീവിതം ഒതുക്കി നിർത്തിയിരിക്കുന്നത്. പിന്നീട് പോയി സംസാരിച്ചപ്പോഴാണ് അധ്യാപനത്തോട് വളരെയധികം ഇഷ്ടമെന്ന വാക്ക് പോലും ചെറുതാവും, അതിനപ്പുറത്തേക്ക് എന്താ പറയുക, സ്നേഹമുള്ള ഒരു ടീച്ചറിനെയാണ് കാണാൻ കഴിഞ്ഞത്. ടീച്ചർ ആദ്യകാലം മുതൽ വേറിട്ടൊരു വഴി കൂടിയാണ് സഞ്ചരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ടീച്ചർ CD നിർമ്മിക്കുന്നു, അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വയം ഒരു സ്ഥാപനം തുടങ്ങി അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെയാണ് കോവിഡ് ഉണ്ടാകുന്നത്. കോവിഡ് കാലത്ത് ഈ CD-കൾ എന്തുകൊണ്ട് സ്കൂളുകളിൽ എത്തിച്ചുകൂടാ, 10ാം ക്ലാസ്സിലെ കുട്ടികളെ സഹായിച്ചുകൂടാ എന്ന ചിന്ത വരുന്നു. അങ്ങനെ സ്വയം പഞ്ചായത്തിൽ പോയി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഈ പഞ്ചായത്തുകളെല്ലാം വിളിച്ചു ചോദിച്ചു. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രത്യേക പദ്ധതികൾ ഒന്നുമില്ല, ഇവർ സ്വയം സ്കൂളിൽ പോയി കൊടുത്തതായതുകൊണ്ട് നിയമപരമായി ഇവരെ സഹായിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു സേവനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അധ്യാപികയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാങ്കേതികത്വം അതുള്ളത് തന്നെയാണ്, സാങ്കേതികത്തിൻ്റെ പേരിൽ അലയുന്നത്. അവർക്ക് ഈ വീട് നഷ്ടപ്പെട്ടവരാണ്, ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറേയധികം പൈസ ചിലവായി വീട് നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഒരു ആശ്വാസം എന്ന തരത്തിൽ കോവിഡ് കാലത്തെ പ്രവർത്തനത്തിൻ്റെ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരാണ്. എന്തായാലും സേവനം നടത്തിയവരാണ്. ആ അക്ഷരങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് സമ്മതിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ അഭിപ്രായം എഴുതി കൊടുത്ത ഹെഡ് മാസ്റ്റർമാരും ഹെഡ് മിസ്സസ്സുമാരും ഉണ്ട്. എന്തായാലും അങ്ങനെ ഒരു സേവനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സേവനത്തിന് സാങ്കേതികത്വം മാറ്റിവെച്ച് പണം കൊടുക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണേ എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കുന്നത്. കാരണം ഇനിയും പഠിപ്പിക്കാൻ അധ്യാപികയ്ക്ക് താല്പര്യമുണ്ട്. കാരണം ഈ പാഠപുസ്തകങ്ങളിലെ കടലിന് പല മുഖങ്ങളാണ്, കടൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വാസം തേടി ഏറ്റവും അവസാനം ശംഖുമുഖത്തെ കടലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ ടീച്ചർ പറയുന്നത് അതാണ്, പല പല കവിതകൾ പറഞ്ഞു, ഇനിയും കവിതകൾ പഠിപ്പിക്കണം, കഥകൾ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. പഠിപ്പിക്കാനുള്ള അവസരം കൂടി ആരെങ്കിലും നൽകുകയാണെങ്കിൽ അതും ടീച്ചറിന് അവസരമാകുമെന്നാണ് പറയുന്നത്. മകനുണ്ട്, മകൻ യോഗ പരിശീലനം നടത്തുന്ന ആളാണ്. പക്ഷേ മകൻ ഈ പ്രായമുള്ള അച്ഛനമ്മയും ഈ വണ്ടിയിൽ അല്ലെങ്കിൽ തെരുവിൽ ഉപേക്ഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ പഠിപ്പിക്കാനുള്ള പുതിയ സാഹചര്യം ലഭിച്ചാൽ, അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്തെ ഈ നല്ല പ്രവർത്തനത്തിന് ഒരു പ്രതിഫലം ലഭിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. മോത്തി.